നിങ്ങൾക്ക് ചോയ്സ് ഓഫ് ടോപ്പിക് ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിഷയത്തിൽ സെലക്ട് ചെയ്ത് ഉത്തരം പറയാം. ഗണപതി ആൻഡ് നന്ദ റെഡി? ടോപ്പിക് ഓഫ് ചോയ്സ്: കേരള ചരിത്രം, ഇന്ത്യൻ സിനിമ, ശാസ്ത്ര സാങ്കേതികം, കായികം, ആനുകാലികം, സാഹിത്യം. സിനിമ പ്രവർത്തകരായോണ്ട് ഇന്ത്യൻ സിനിമ തന്നെ പിടിക്കാം അല്ലേ? നോക്കാം. ഏറ്റവും സേഫ് അത് തന്നെ ആയിരിക്കും. ഉറപ്പൻ. ഇന്ത്യൻ സിനിമയെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ. റിക്ഷാക്കാരൻ എന്ന സിനിമയിലെ അഭിനയത്തിന് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം തമിഴിൽ നിന്നും ആദ്യമായി നേടിയതാരാണ്? MGR. ഉറപ്പല്ലേ? ഉറപ്പ്. MGR ആണ് ഉത്തരം എന്ന് ഉറപ്പുണ്ടെങ്കിൽ നമുക്കത് കമ്മിറ്റ് ചെയ്യാം. MGR അല്ലേ? റിക്ഷാക്കാരൻ സിനിമ കണ്ടിട്ടുണ്ടോ? അതിലാരാണ് അഭിനയിച്ചപ്പോ? ജമിനി ഗണേശൻ. അതേത് റിക്ഷാക്കാരൻ? ശിവാജി ഗണേശൻ. ഞാൻ അതിൽ ഓച്ചി. പക്ഷെ നിങ്ങൾക്കല്ലേ ഇത് അവരുടെ ശരി. ഉത്തരം MGR. ശരി. എന്നോട് നോക്കിയപ്പോ. പക്ഷെ ഇത്തവണ നമുക്ക് ബേബി ജീൻ വേണോ സന്ദീപ് വേണോ? ബേബി ജീൻ നോമിനേറ്റഡ്. ബേബി ജീൻ നമുക്ക് ടാസ്ക് നോക്കിയിട്ട് തീരുമാനിക്കാം. മീനാക്ഷി, ഈ ടാസ്കിന്റെ പേരാണ് ബോൾ ബാലൻസിങ്. ഈ ഒരു പീസ് ഓഫ് കാർഡ്ബോർഡിൽ ഒരു ബോൾ ഈ ബൗളിൽ നിന്ന് എടുത്ത് ഇങ്ങനെ വെച്ച് ഇങ്ങനെ ബാലൻസ് ചെയ്ത് അപ്പുറത്തെ ബൗളിൽ കൊണ്ടിരിക്കുക. ഈസി. അപ്പം ഒരു 3 ബോൾ ഇട്ടാൽ മതിയാകും ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാനും ബോക്സ് എടുത്ത് പുറത്തു പോകാനുമുള്ള ടൈം ലിമിറ്റ് is 45 seconds. ബേബി ജീൻ പ്ലീസ് കം. ആ പോകുന്നതിന് മുമ്പുള്ള ഒരു ആവേശത്തിന് വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ ദുനിയാവിൽ ആരാണ്ട കേൾക്കണ്ടേ അല്ലേ? ദുനിയാവിലാരാണ്ട ഞമ്മക്ക് പെരിയോന് ഞാനാണ്ട മൂത്തോന് നിക്കണ്ട കൊർക്കാന് ആഹിറത്തിൽ 1000-ൽ-1 ഞാൻ നികത്തി ചേർത്തിന്ന് കറകളഞ്ഞ 1000 ഞാൻ പരത്തി ദുനിയാവിലാരാണ്ട. അപ്പൊ ആ ആവേശത്തിൽ തന്നെ വേറൊന്നും ആലോചിക്കല്ല, നേരെ കളിക്കാൻ പോവാണ്. പാട്ടുപാടി ടെൻഷനാക്കാന്നുള്ളതായിരുന്നു ലക്ഷ്യം, കമ്മിറ്റിയുടെ ലക്ഷ്യം. അപ്പൊ ഓടൂ വാരൂ നേടൂ ഗോ. പതുക്കെ മതി. അത് പുറത്തു പോയി. You need to try once more. Yes. 1, 2, 3. 10 seconds more. 9, 8. നിസ്സാരം. വളരെ ഈസി ആയിട്ട് കളിച്ച് അടുത്തത് കളഞ്ഞിട്ടേ പോട്ടെ ഞാൻ അടുത്തിടാം. തുറക്കാം അല്ലേ? അതെ. മിണ്ടരുത്, ഒരു റിയാക്ഷനും പാടില്ല കേട്ടാ. ബേബി ജീൻ കാരണം അങ്ങനെ അവർക്ക് കിട്ടിയ ഏറ്റവും വലിയ ഗുണമായി ഒരു കാര്യമുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ആലപ്പുഴ ജിംഖാന ഉഗ്രം പടം റിലീസ് ആവുമ്പോൾ നമ്മളെല്ലാരും കാത്തിരിക്കുന്നു. അതൊക്കെ വാസ്തവമാണ്. നിങ്ങളുടെ ഗെയിമില് നമ്മൾ സെലക്ട് ചെയ്തത് ബേബി ജീന്റെ സെലക്ഷൻ ആയിരുന്നില്ല, അത് ഗണപതിയാണ് പറഞ്ഞത് ബേബി ജീൻ വന്ന് എടുക്കണം അല്ലേ? അപ്പോ അതെടുക്കാൻ പറഞ്ഞതിന്റെ പേരിൽ ഇപ്പോ ഇരിക്കുന്ന ഈ സാധനങ്ങളോടൊപ്പം ഒരു എയർ കൂളറും കൂടി വയ്ക്കാനുള്ള ഭാഗ്യം കിട്ടിയിരിക്കുന്നു.